morning, sir. Welcome to the show. Morning, Angela. Morning, viewers. സർ ഇന്നലത്തെ ഒരു US വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസ് സൂചിക 0.5% ഒരു നേട്ടം നിലനിർത്തിയപ്പോൾ നാസ്ഡാക്ക് സൂചികയ്ക്കും ഒപ്പം തന്നെ S&P 500 സൂചികയ്ക്കും ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോൺ ആയിരുന്നു നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അമേരിക്കൻ സൂചികകളെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? Angela, അണ്ടർടോൺ അമേരിക്കൻ വിപണിയിൽ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിന് 41,500 പോയിന്റിൽ വളരെ മേജർ 41,500 പോയിന്റിൽ വളരെ മേജർ ഒരു സപ്പോർട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. സോ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ വ്യാപാരത്തിൽ എളുപ്പത്തിന് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവല് 40,800 പോയിന്റ്സ് ആയിരിക്കാം ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ വീണ്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. ബട്ട് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 19,650 പോയിന്റ് ആൻഡ് സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം 19,200 പോയിന്റ്. മൈ എക്സ്പെക്ടേഷൻ ഇന്നല്ലെങ്കിൽ അടുത്ത 2 ട്രേഡിംഗ് സെഷനിൽ 19,650 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ക്രൂഡിൽ ഒരു പോസിറ്റീവ് ടോൺ ആണ് നിലനിർത്തിയിരിക്കുന്നത്. വലിയ തോതിലൊരു മുന്നേറ്റമൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല എങ്കിൽ പോലും WTI ക്രൂഡും ബ്രെന്റ് ക്രൂഡും ഒരു 0.2% നേട്ടത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പ്രധാനമായിട്ടും ഈ ഒരു കമോഡിറ്റിയിൽ ഇനി ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, ക്രൂഡിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് ബെയറിഷ് ആയിരുന്നു. ബട്ട് ഇന്നലെ നമുക്ക് വീണ്ടും ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിച്ചു. സോ ദർ ഇസ് എ ഹൈ പോസിബിലിറ്റി ക്രൂഡിന്റെ ഈ ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെട്ട് ഒരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് വഴിമാറാൻ നല്ല ചാൻസസ് ഇപ്പോൾ കാണുന്നുണ്ട്. സോ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 78 മുതൽ $79 ലെവല്. സോ WTI ക്രൂഡിന് 78-79 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. നമ്മുടെ കൈവശം ഓൾറെഡി ഷോർട്ട് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $78 സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ഒരു തുടർച്ചയായിട്ടൊരു കൺസോൾട്ടേഷൻ സ്റ്റേജിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് കാണാം. നിലവിൽ 2,550.05 ട്രോയ് ഔൺസിന് ആ ഒരു നിലയിലാണ് വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു 0.5% ഇടിവും രേഖപ്പെടുത്തുന്നു. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 8 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന $2,570 ഓൾ ടൈം ഹൈന്റെ വളരെ അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. ഇന്നലെ വീണ്ടും നമുക്ക് സ്വർണത്തിന്റെ കേസിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഇന്നല്ലെങ്കിൽ അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ 2,570 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. സ്വർണം ഒരു പുതിയ ഓൾ ടൈം ഹൈലോട്ട് എത്തിച്ചേരുമെന്നാണ് വിശ്വസിക്കുന്നത്. ബട്ട് കറന്റ് ലെവൽസിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. സ്വർണത്തിന്റെ കേസിൽ നമുക്ക് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,525 ലെവലിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് 2,570 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ $20 മുതൽ $30 നേട്ടം കൂടെ ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സാറിനൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് എത്തുകയാണ്. ഹൈലി വോളറ്റൈൽ ആയിട്ടൊരു സെഷനായിരുന്നു കഴിഞ്ഞ ദിവസം നിഫ്റ്റി 50യിൽ കണ്ടിരുന്നത്. 25,192.9 എന്ന നില വരെ ഉയർന്നിരുന്ന നിഫ്റ്റി പിന്നീട് 24,998.5 എന്ന നില വരെ ഇടിയുന്നൊരു സ്ഥിതിയും കണ്ടിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,151.95 എന്ന നിലയിൽ ഏകദേശം 0.4% ഒരു നേട്ടത്തിലായിരുന്നു. നിഫ്റ്റി 50യെ സംബന്ധിച്ചിട്ട് താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? പ്രധാനമായിട്ടും ഈ ഒരു സൂചികയിൽ ഇനിയൊരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അണ്ടർടോൺ നിഫ്റ്റി 50യിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് നമ്മളിപ്പോൾ നിഫ്റ്റി 50യുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവസാനത്തെ മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓഗസ്റ്റ് 14 ആയിരുന്നു. അന്നത്തെ ആ ഒരു ലോ ലെവൽ 24,099 പോയിന്റ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് തുടർച്ചയായിട്ട് നിഫ്റ്റി 50യിൽ നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഓരോ ദിവസവും നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിക്കൊണ്ടിരിക്കുന്നത്.
നിഫ്റ്റി 50 നമുക്ക് ഒരു ഷോർട്ട് പൊസിഷൻസും തൽക്കാലം എടുക്കാൻ നോക്കരുത്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് അടുത്ത മേജർ 2 റെസിസ്റ്റൻസ് 25,300, അതിനെ തുടർന്ന് 25,500 പോയിന്റ്. സർ, അതിനോടൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി 50നെ സംബന്ധിച്ചിട്ട് അപ്പോൾ ആ ഒരു പാറ്റേൺ അല്ലായിരുന്നു നിഫ്റ്റി ബാങ്കിൽ കണ്ടിരുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 51,152.75 എന്ന നിലയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡേ ഹൈ പരിശോധിക്കുമ്പോൾ 51,368.95 എന്ന നിലയും ഡേ ലോ എന്ന് പറയുന്നത് 50,984.4 എന്നൊരു നിലയുമാണ്. തുടർച്ചയായിട്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെയാണ് നിഫ്റ്റി ബാങ്കിലും വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഇന്നലെ ഇപ്പോൾ SBI ഓഹരികളിലൊക്കെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി എങ്കിൽ പോലും തുടക്കത്തിൽ ഒരു HDFC ബാങ്കിൽ വളരെ നേരിയ തോതിലുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിരുന്നു. എന്നാൽ പിന്നീട് ആ ഒരു ഇൻട്രസ്റ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 5-8 ആഴ്ചകളായിട്ട് നിഫ്റ്റി 50 അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡെക്സ് ആൻഡ് സെക്ടർ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്. ആൻഡ് നിഫ്റ്റി 50ക്ക് ഏറ്റവും അധികം താങ്ങ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ 3-4 ആഴ്ചകൾ ഇറ്റ് ഹാസ് ബീൻ ദ IT സെക്ടർ. ബട്ട് IT സെക്ടർ നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും IT മേജർ സ്റ്റോക്സിലൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മൾ നിഫ്റ്റി ബാങ്കിങ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നിഫ്റ്റി ബാങ്കിങ് ഇൻഡെക്സ് കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ കൺസോൾട്ടേഷൻ ഫേസിന്റെ അവസാനത്തെ ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഇൻഡെക്സ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്. 51,600 പോയിന്റ്സിലെ മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ഇൻഫാക്ട് നമ്മൾ ബാങ്കിങ് സെക്ടർ നോക്കുമ്പോഴേക്കും നിരവധി ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഓഫ് കോഴ്സ് ഓൾവേസ് ഹാസ് ബീൻ HDFC ബാങ്ക്. അതിൽ ഓൾറെഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതുകൂടാതെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആയിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക് മുതലായ ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ നല്ല ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സ്മോൾ ഫൈനാൻസ് ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ AU സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഫിനോ പേയ്മെന്റ്സ് ബാങ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. സർ, അതിനോടൊപ്പം തന്നെ സർ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിങ് ഓഹരികളിലൊക്കെ പലതിലും ഇപ്പോൾ ഒരു ലോ റിസ്ക് ആയിട്ടൊരു ബൈയിങ് അവസരമുണ്ടെന്ന്. അതിൽ പല പേരുകളും സാർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ഇക്വിറ്റാസിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ലോ റിസ്ക് ബൈയിങ് അവസരം ഇക്വിറ്റാസിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. സോ ഈക്വിറ്റാസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അറ്റ് ദിസ് മൊമെന്റ് അണ്ടർടോൺ ബെയറിഷായി തുടരുന്നു. ഇൻഫാക്ട് കഴിഞ്ഞ ഒരു 8 മാസങ്ങളായിട്ട് ഈക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്ക് ഈക്വിറ്റാസ്. ബട്ട് ഈക്വിറ്റാസിന്റെ കഴിഞ്ഞ 2-3 ആഴ്ചത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഓഗസ്റ്റ് 14 ഒരു മേജർ ബോട്ടം ക്രിയേറ്റ് ചെയ്തിരുന്നു 74 രൂപയിൽ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഇന്നലത്തെ ലോവസ്റ്റ് ലെവൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഇന്നലത്തെ ലോവസ്റ്റ് ലെവൽ 80 രൂപ 99 പൈസയായിരുന്നു. നമ്മൾ ഒരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 78-79 ആ ഒരു റേഞ്ചിലായിരിക്കാം നമ്മുടെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 83 രൂപ, അതിനെ തുടർന്ന് 85, അതിനെ തുടർന്ന് 88. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ ഒരു പക്ഷേ ഏറ്റവും അധികം നിഫ്റ്റീനെ അഫക്റ്റ് ചെയ്തിട്ടൊരു ഓഹരി എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. പ്രത്യേകിച്ചും റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ AGM ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് വലിയ തോതിലൊരു മുന്നേറ്റം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഓഹരികൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് ഓഹരികൾ ഒരു സ്പൈക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇടിയുന്നൊരു സ്ഥിതിയും കണ്ടിരുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ 3074 രൂപ വരെ ഉയരുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് അതിനോടൊപ്പം തന്നെ ഒരു ഡേ ലോ
പരിശോധിക്കുമ്പോൾ 2988 രൂപ വരെ ഇടിയുന്നൊരു സ്ഥിതിയും കണ്ടിരുന്നു. ഏകദേശം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു 1.5% നേട്ടത്തിലുമാണ്. എന്നാൽ ഈ ഒരു ഓഹരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 5-ന് ശേഷം, ഓഗസ്റ്റ് 5-ൽ വലിയൊരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് ഇപ്പോൾ നേരിയ തോതിലൊരു റിക്കവറി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിലയൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏതെങ്കിലും തരത്തിൽ ഈ ഓഹരിയിൽ ഇപ്പോൾ ഒരു ലോ റിസ്ക് ആയിട്ടൊരു നിക്ഷേപ അവസരം കാണുന്നുണ്ടോ? റിലയൻസ് ഇൻഡസ്ട്രി നിഫ്റ്റി 50-ൽ ഒരു ഹെവി വെയിറ്റ് ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ആൻഡ് റിലയൻസ് ഇൻഡസ്ട്രീസിൽ എപ്പോൾ ഒരു നല്ല കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ലോ റിസ്ക് ബൈയിങ് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അനില ചൂണ്ടിക്കാണിച്ചതുപോലെ ഓഗസ്റ്റ് 5-ാം തീയതി ആയിരുന്നു ഇതിലൊരു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത്. ആ ഒരു മേജർ ബോട്ടം നമുക്ക് നൽകിയത് 2866 രൂപയിൽ. അതിനുശേഷമാണ് നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഒരു ഗെയിൻ കാണാൻ സാധിക്കുന്നത്. ഓഗസ്റ്റ് 5-ന് ശേഷം ഏറ്റവും അധികം ഇൻട്രാഡേ ഗെയിൻ നൽകിയ ദിവസമായിരുന്നു ഇന്നലെ. ആൻഡ് ഇന്നലത്തെ ഗെയിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും റിലയൻസ് ഇൻഡസ്ട്രിയിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 2975 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മൈ എക്സ്പെക്ടേഷൻ ഇതിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഞാൻ കാണുന്നത് ആദ്യത്തെ 3130, അതിനെ തുടർന്ന് 3180 ആൻഡ് പിന്നീട് ഇതിൻ്റെ ഓൾ ടൈം ഹൈ 3217 രൂപ. ഇന്നലത്തെ ഒരു പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സെപ്റ്റംബർ 5-ന് കൂടാൻ പോകുന്ന ബോർഡ് യോഗത്തിൽ ദേ ആർ ഗോയിങ് ടു കൺസിഡർ 1:1 ബോണസ്. സോ നല്ലൊരു ചാൻസ് ഉണ്ട് ദാറ്റ് റിലയൻസ് ഇൻഡസ്ട്രിയിൽ നമുക്കൊരു 1:1 ബോണസ് തന്നെ കിട്ടാൻ നല്ല ചാൻസസ് ഉണ്ട്. നമുക്കൊരു ലോ റിസ്ക് ആയിട്ട് ബൈയിങ് അവസരം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിലോട്ട് കൺസിഡർ ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. പ്രേക്ഷകരുടെ ക്വയറീസിലേക്ക് കടക്കുകയാണ്. അതിലാദ്യമായിട്ട് സിന്ധു എന്ന പ്രേക്ഷക IREDയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. IREDയിലുള്ള താങ്കളുടെ ലോങ് ടേം വ്യൂ എന്താണ്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് IREDയിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 265 രൂപ. 265-ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 271, അതിനെ തുടർന്ന് 278, അതിനെ തുടർന്ന് 288. സിജു എന്ന പ്രേക്ഷകൻ NMDC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1%-ലധികം ഇടിവിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായത്. NMDCയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി NMDCയുടെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 208 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ 240 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ലിജു എന്ന പ്രേക്ഷകൻ HBL പവർ സിസ്റ്റംസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1% അടുത്ത ഇടിവിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അനില പറഞ്ഞത് അഗെയിൻ വളരെ ശരിയാണ്. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഇതിന്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ 26-ാം തീയതി ആയിരുന്നു നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയത് 724 രൂപയിൽ. അതിനുശേഷം കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഇതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ ഇമ്പോർട്ടന്റ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന 635 രൂപ. 635-ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത സപ്പോർട്ട് 600 രൂപയിലെ കാണാൻ സാധിക്കുന്നുള്ളൂ. സോ അറ്റ് ദിസ് പോയിന്റ് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഈ 2 സപ്പോർട്ട് ലെവൽസ് ശ്രദ്ധിച്ചിരിക്കുക. ലിവ് ലോങ് വെൽത്ത് സംഘടിപ്പിക്കുന്നു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭാരത് ഓപ്ഷൻ ട്രേഡേഴ്സ് സമ്മിറ്റ്. അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് സെപ്റ്റംബർ 1 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 7:30 വരെ നീണ്ടു നിൽക്കുന്ന മെഗാ ഇവന്റിൽ ഹരിപ്രസാദ് കെ, ഷിജുമോൻ ആന്റണി, IT ജഗൻ, ഷാരിഖ് ഷംസുദ്ദീൻ, സുനിൽ മത്തായി തുടങ്ങി ട്രേഡിംഗ് ലോകത്തെ പ്രമുഖർ അണിനിരക്കുന്നു. ഇന്ത്യസ് ലാർജസ്റ്റ് ട്രേഡേഴ്സ് സമ്മിറ്റിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാൻ ഞങ്ങളെ ബന്ധപ്പെടുക. പരിമിതമായ സീറ്റുകൾ മാത്രം.
മറ്റൊരു പ്രേക്ഷകൻ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ബിജിത്ത് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. BHEL ഇന്നലെ 1% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. BHEL താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BHEL ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്, ഒരു അല്പം ബെയറിഷ്നെസ്സും കാണുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ 280 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിന്റെ ഈ ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ 307 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ജിഗിൽ എന്ന പ്രേക്ഷകൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു കമന്റാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.5% നേട്ടത്തിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. IOCയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷനിലെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, തമിഴ്നാടു പെട്രോളിയം, ഇത്തരം പെട്രോളിയം സ്റ്റോക്സിലൊക്കെ തന്നെ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്സിന്റെ അണ്ടർ ടോൺ നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഓൾ ദ ട്രെൻഡ്സ് ആർ ബുള്ളിഷ്. IOCയുടെ കേസിൽ നമുക്ക് അടുത്ത 2-3 റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ 181, 184, 188, 190. എങ്കിലും നമ്മൾ ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ ഇന്ന് സൂചിപ്പിച്ചതുപോലെ WTI ക്രൂഡിൽ ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം ഇന്നലെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് $78-79 റെസിസ്റ്റൻസ് WTI ക്രൂഡ് ബ്രേക്ക് ചെയ്യുമെന്ന്. അങ്ങനെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അത് നെഗറ്റീവായിട്ട് IOC, BPCL ആൻഡ് ഭാരത് പെട്രോളിയത്തിനെ ബാധിക്കും എന്നുള്ളൊരു കാര്യം മറക്കരുത്. സോ IOCയിൽ ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 170 രൂപയായിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ ടാറ്റ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.5% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാറ്റ ടെക്കിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ടാറ്റ ടെക് ഓഗസ്റ്റ് 5 ആയിരുന്നു ഇതിന്റെ ഒരു ഓൾ ടൈം ലോ നമുക്ക് കാണാൻ സാധിച്ചത് 970 രൂപയിലായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഈ സ്റ്റോക്കിൽ നടത്തുന്ന കുതിപ്പിനെ തുടർന്ന് മിനിഞ്ഞാന്നത്തെ ട്രേഡിങ്ങിൽ 1115 രൂപ വരെ ഈ സ്റ്റോക്ക് മുന്നേറിയിരുന്നു. അതിനുശേഷം മിനിഞ്ഞാന്നും ഇന്നലെ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 1040 മുതൽ 1060 രൂപയുടെ റേഞ്ച്. ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യണം. ഇതൊരു സ്പെക്കുലേറ്റീവ് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടിയല്ല, ദിസ് ഇസ് എ ലോങ് ടേം സ്റ്റോക്ക്. രാജു അഗസ്റ്റിൻ എന്ന പ്രേക്ഷകൻ KRBL ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഈ ഒരു ഓഹരി ഇന്നലെ ഒരു 0.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? KRBL കറന്റ്ലി ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നേരിയ തോതിൽ ഇതിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 310 രൂപയിലായിരിക്കും. 310ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 320 രൂപയുടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യേണ്ടി വരും. 320, 322ന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. മറ്റൊരു പ്രേക്ഷകൻ സൊമാറ്റോയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഹരി 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൊമാറ്റോയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സൊമാറ്റോയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് സൊമാറ്റോയുടെ കേസിൽ കഴിഞ്ഞ ഒരു 5-6 സെഷൻസിൽ ഇതിന്റെ ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നു വരുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 245 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒന്നിലധികം പ്രേക്ഷകർ NBCC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 0.3% ഇടിവാണ് രേഖപ്പെടുത്തിയത്. NBCCയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? NBCC ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇതിൽ അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് പുതിയ ലോങ് പൊസിഷൻ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല.
മധു എന്ന പ്രേക്ഷകൻ ജുബീലിയൻ ഫുഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജുബീലിയൻ ഫുഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജുബിലൻ ഫുഡ് അഗെയിൻ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ സ്റ്റോക്കിന്റെ അടുത്ത 3 മേജർ റെസിസ്റ്റൻസ് 670, 678, 688 ആൻഡ് അതിനെ തുടർന്ന് 700 രൂപയും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ, ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ബഷീർ എന്ന പ്രേക്ഷകൻ അദാനി എനർജി സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും നിക്ഷേപകൻ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി അദാനി എനർജി സൊല്യൂഷൻസ് നമ്മളെ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ 3 ആഴ്ചകൾക്കിടെ. ഈ സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും ഓഗസ്റ്റ് 1 തീയതി നല്ലൊരു കുതിപ്പിന് ശേഷം പീക്ക് ഔട്ട് ചെയ്തു 1348 രൂപയിൽ. അതിനുശേഷം ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെല്ലിംഗ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് മൊമെന്റ് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 960 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ 960-70 റേഞ്ചിൽ ഈ സ്റ്റോക്കിന് സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നീട് ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്കൊരു ബുള്ളിഷ് മൊമെന്റം എക്സ്പെക്ട് ചെയ്യാം. ഇന്നത്തെ വ്യാപാരത്തിൽ ഡോണ്ട് ടേക്ക് എനി ലോങ് പൊസിഷൻ, ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. നിതിൻ എന്ന പ്രേക്ഷകൻ ട്രെൻഡ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1% ഇടിവിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ഒരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു. ട്രെൻഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ട്രെൻഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് ട്രെൻഡിന് അടുത്ത കാലത്ത് ഒരു വാർത്ത വന്നിരുന്നു ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ മേജർ ഇൻഡിസസ്. സോ കൈവശം ട്രെൻഡ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു ഹോൾഡ് ഇറ്റ്. ഇതിന്റെ അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 7400 അതിനെ തുടർന്ന് 7580. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. മഞ്ജു എന്ന പ്രേക്ഷക NHPC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. NHPCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NHPC ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേണിലോട്ട് നീങ്ങിയിട്ടുണ്ട്. സ്റ്റോക്കിൽ മേജർ സപ്പോർട്ടായിട്ട് കാണുന്നത് 90 രൂപയും മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 105. 105ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. അനസ് എന്ന പ്രേക്ഷകൻ മോത്തിലാൽ ഓസ്വാൾ ഫൈനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2.5% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോത്തിലാൽ ഓസ്വാളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? മോട്ടിലാൽ ഓസ്വാൾ അതുപോലെ തന്നെ വേറെ നിരവധി ഷെയർ ബ്രോക്കിംഗ് വെൽത്ത് മാനേജ്മെന്റ് കമ്പനീസിൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ മോട്ടിലാൽ ഓസ്വാളിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 660 മുതൽ 680. ആ റേഞ്ചിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 770, 890, 820, 870. സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഫിനോലെക്സ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി എത്തിയിട്ടുണ്ട്. ഈ ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഫിനോലെക്സ് ഇൻഡസ്ട്രീസിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഇറ്റ് ഈസ് ബുള്ളിഷ്. ബട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഒരു പീക്കിംഗ് നടന്നതിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു സെല്ലിംഗ് പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു നടന്നത്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്റ്റോക്കിൽ ഓഗസ്റ്റ് 14 തീയതി ഒരു മേജർ ബോട്ടം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് 275 രൂപയിൽ. ദാറ്റ് ഇസ് എ മേജർ ബോട്ടം. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും വലിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 328 മുതൽ 330 രൂപ വരെ.
ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 295 മുതൽ 305 ഈ ഒരു റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സാർ, ഏതായാലും താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന്. ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ധാരാളം ക്വയറീസ് അഡ്രസ്സ് ചെയ്യാതെ പോയിട്ടുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാത്തത്. ഏതായാലും പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ കൂടി ചേർക്കുകയാണ്. ഈ ഷോയിലൂടെ യാതൊരു തരത്തിലുള്ള റെക്കമെൻഡേഷൻസും ഞങ്ങൾ പ്രേക്ഷകർക്കായി നൽകുന്നില്ല. തീർത്തും പഠനാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഷോയാണ് ഇത്. നിങ്ങളൊരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായി കൺസൾട്ട് ചെയ്യുകയും ഒപ്പം തന്നെ സ്വന്തമായിട്ട് പഠനം നടത്തിയതിനും ശേഷം മാത്രം നിങ്ങളുടെ നിക്ഷേപങ്ങൾ നടത്തുക. ഏതായാലും കൂടുതൽ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.